ഒരു ചാപ്റ്ററാണ് ട്രയാങ്കിൾസ് എന്നുള്ളതാണ്. ഇവിടെ വിവിധ തരത്തിൽ നമ്മൾ ട്രയാങ്കിൾസ് വരയ്ക്കുന്നതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് 3 സെന്റിമീറ്റർ ആണ് ഇവിടെ. അപ്പം നമുക്കൊരു 4 സെന്റിമീറ്റർ എടുത്ത് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ആ 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ കോമ്പസിൽ മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് ആ ഒരു അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സർക്കിളോ അല്ലെങ്കിൽ ഒരു ആർക്ക് ഫോം ചെയ്താലും മതി. ഇനി അതേ അളവ് നമ്മൾ മാറ്റാതെ സെയിം ഈ ലെങ്ത് തന്നെ ആയിരിക്കണം. ഈ ലെങ്ത് മാറ്റാതെ അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക. ആ 2 ആർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്താൽ ട്രയാങ്കിളായി. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം നമുക്ക് ലഭിക്കും. ഇതെല്ലാം എന്താണ്? 4 cm ആണ്. ഇത് 4 cm ആണ്. ഇത് 4 cm ആണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ഹെഡിങ് എന്ന് പറയുന്നത് ലൈൻസ് ആൻഡ് മാറ്റർ എന്നാണ്. അതായത് 3 ഡിഫറെൻറ്റ് സൈഡ്സ് തന്നിരുന്നാൽ നമ്മൾക്ക് എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാം എന്നുള്ളതാണ്. അതും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ വരച്ചാൽ മതിയോ. 3 cm, 4 cm, 6 cm അല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ലെങ്ത് നിങ്ങൾ ബേസ് ആയിട്ട് വരച്ചാൽ മതിയാവും. അപ്പോൾ ഒരു 6 cm നമുക്ക് വരയ്ക്കാം. 6 cm നമ്മൾ ബേസ് ആയിട്ട് വരച്ചു. ഇനി 3 cm, 4 cm. അപ്പോൾ നമ്മൾ 3 എന്ത് ചെയ്യുക? സ്കെയിലിൽ 3 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ. അടുത്തത് 4 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്കെയിലിൽ 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുത്തു. കാണാമല്ലോ അല്ലേ? 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുത്തു. എന്നിട്ട് അത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആർക്ക് വരയ്ക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്ന് സർക്കിൾ ഫിനിഷ് ചെയ്യുക. സർക്കിളല്ല, ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? 4, 3 എന്നിവ നമ്മൾ ഇതിനകത്ത് അടയ്ക്കും. അപ്പം നമ്മൾ ട്രയാങ്കിൾ വരച്ച് കഴിയുമ്പോൾ ഇവിടെ ലാർജർ ആംഗിൾ അറിയാലോ. നമ്മൾ സ്മോളർ ആംഗിൾ, ലാർജർ ആംഗിളും പറഞ്ഞു. അപ്പോൾ ലാർജർ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഏറ്റവും നീളം കൂടിയതായിരിക്കും, ലോങ്ങസ്റ്റ് ആയിരിക്കും. ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. മീഡിയം സൈസിലുള്ള ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മീഡിയം റേഞ്ചിലുള്ള ലെങ്ത് ആയിരിക്കും. ഏറ്റവും സ്മോളസ്റ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഷോർട്ടസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കുറഞ്ഞ വശം. അത് ഒന്ന് മനസ്സിൽ വെച്ചോണം. പേജ് നമ്പർ 52 ചില ചോദ്യങ്ങളാണ് പറയുന്നത്. മലയാളം മീഡിയം കുട്ടികൾ ആ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് എടുത്ത് വെച്ചേര്. ടീച്ചറുടെ കയ്യിൽ മലയാളം മീഡിയം ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തേതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. 3ാമത്തെ ചോദ്യം കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 ലെങ്ത് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ ട്രയാങ്കിൾ? ഇതിൽ ഏതൊക്കെ ലെങ്തുള്ള ലെങ്തുകൾ ഉപയോഗിച്ച് ട്രയാങ്കിൾ, ഫസ്റ്റ് കൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ, രണ്ടാമത്തത് കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ, മൂന്നാമത്തത് കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വരയ്ക്കാൻ പറ്റുന്നത് ഏതാണോ അത് വെച്ച് ചിത്രം വരയ്ക്കുക. അപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഫസ്റ്റ്, അതായത് ഏതെങ്കിലും 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഏറ്റവും നീളം കൂടിയ വശത്തിനേക്കാൾ കുറവായിരിക്കണം. ഇവിടെ തന്നെ 2 വശങ്ങൾ തമ്മിൽ കൂട്ടി. ഇപ്പോൾ ഇതിനകത്ത് 5ഉം 4ഉം നമ്മൾ ആഡ് ചെയ്തു. 5 + 4 എന്ന് പറയുന്നത് 3ാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. ഇത് കൂടിയിരിക്കണം. ആരെക്കാളും? 10നേക്കാൾ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലല്ലോ ഇത്. 5ഉം 4ഉം എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് 10നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 3ാമത്തെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ഇത് നോക്കാം. 4ഉം 3ഉം 7. 3 + 4 എന്നത് ഏറ്റവും നീളം കൂടിയ വശത്തിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ 5നേക്കാൾ കൂടുതലാണല്ലോ 4, 3, 7 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്.
പിന്നെ ഇത്രയും ചിത്രങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വരുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്കറിയാലോ, ട്രയാങ്കിൾ ഫോം ചെയ്യാനൊക്കെ പഠിച്ചു. ലെങ്ത്തുകൾ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു ചിത്രമാണിത്. ദെൻ ആംഗിൾ മാത്ത്. അപ്പോൾ ആംഗിളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്, ഡ്രോ ട്രയാങ്കിൾസ് വിത്ത് വൺ സൈഡ് ട്വൈസ് ദ അതർ സൈഡ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. അപ്പം നമുക്ക് വൺ സൈഡ് 4 സെൻറ്റിമീറ്ററിനോ 6 സെൻറ്റിമീറ്ററിനോ ഏതെങ്കിലും എടുക്കാം. നമുക്ക് ഒരു എന്താ പറയുക, ഒരു 3 സെൻറ്റിമീറ്റർ എടുക്കാം. 6ഓ 4ഓ എന്തെങ്കിലും എടുക്കാം. ഫസ്റ്റ് 3 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി മറ്റേ സൈഡ് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കണം. ട്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്വൈസ് എന്ന് വെച്ചാൽ ഇരട്ടി. അപ്പം അത് ആ 2 ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 60 ഡിഗ്രി വരയ്ക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്റർ അളന്ന് വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 സെൻറ്റിമീറ്റർ ഈ സ്കെയിലിൽ മെഷർ ചെയ്ത് എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് ഫോം ചെയ്യുന്നു. കറക്റ്റ് 60 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോയിന്റില്ലേ, ആ പോയിന്റിൽ കൂടി കടന്നു വരുന്നത് പോലെ കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. അപ്പം ഇത് 3, ഇത് 6 cm, ഇത് 60 ഡിഗ്രി. എന്താണ് പ്രത്യേകത എന്ന് ചിത്രത്തിൽ നിന്ന് മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട 4 cm ഉള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇരട്ടി 8 സെൻറ്റിമീറ്റർ എടുത്തു, 60 ഡിഗ്രി എടുത്ത് വരച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോ. നമ്മുടെ പ്രൊട്രാക്ടറിൽ തന്നെ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ. പ്രൊട്രാക്ടർ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ എവിടെ ശ്രദ്ധിച്ചേ, ഒരു ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്താണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് അല്ലേ. നമ്മൾ ഇൻക്ലൂഡിങ് ആംഗിൾ നമ്മൾ 60 എടുത്ത് വരയ്ക്കുന്ന ഇത് 1 is 30, 90 and 60 ആണല്ലോ. അപ്പോൾ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റതിൻ്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻക്ലൂഡിങ് ആംഗിൾ വരുന്ന കേസുകളാണ്. ഇനിയിപ്പോൾ ഇതേ ട്രയാങ്കിൾ തന്നെ നമ്മൾക്ക് ഇവിടെയാണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം.